എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗാർഡൻ ടൂർ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ഗാർഡൻ ടൂർ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇന്ന് വീട്ടിലുള്ള എല്ലാ ചെടികളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ കാണുന്നത് മുഴുവൻ ടേബിൾ റോസ് ആണ്. ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറേയൊക്കെ എന്താ പറയുക, കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ചീത്തയായി പോകുമല്ലോ. അങ്ങനെ വീണ്ടും മുറിച്ച് നട്ടിട്ട് ഇപ്പോൾ വീണ്ടും രണ്ടാമത് പിടിച്ച് വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ നല്ല വെയിലാണ് ഇവിടെ, അതുകൊണ്ടാണ് ഇത്രയും ഒരു കളറിൽ കാണുന്നത്. അപ്പോൾ ബാക്കിൽ അതിൻ്റെ അടിയിലുള്ളതും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ മുകളിലാണ് ഈ നട്ടിരിക്കുന്നത്, അതിൻ്റെ അടിയിലുള്ള മുറ്റത്തെയാണ് അപ്പുറത്ത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാ പല കളറിലുള്ളതുണ്ട്. ഒരുപാടുണ്ടായിരുന്നു, ചിലതൊക്കെ ഒന്നും വിരിഞ്ഞിട്ടില്ല. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് വിരിഞ്ഞ് നിൽക്കുന്നുണ്ടാകും. അതേപോലെ തന്നെ വലുപ്പത്തിലൊക്കെ വളരാറുണ്ട്. പല മോഡലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചാക്കിൽ നട്ടിട്ട് നിറച്ചും ഇങ്ങനെ ഉണ്ടായി നിൽപ്പുണ്ടായിരുന്നു ഒരിടയ്ക്ക്. അതിപ്പോൾ ഇല്ല, അത് ഫുള്ള് ചീത്തയായി പോയി. ഇപ്പോൾ അതിൻ്റെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നട്ടിട്ടുണ്ട്. അത് തന്നെയാണ് അടിയിലും നട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളതും ടേബിൾ റോസ് തന്നെയാണ്. കുഞ്ഞു ചട്ടിയിലും വലിയ ചട്ടിയിലും മുറ്റത്തും ഒക്കെ ആയിട്ട് നട്ടിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് മുഴുവൻ മുകളിലത്തെയാണ്. അടിയിലത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിലും കാണിക്കാം കേട്ടോ, അടിയിൽ കാണിക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടുതലുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതി അറിയിക്കാം. ലോക്ക്ഡൗൺ വന്നപ്പോഴാണ് കേട്ടോ ഇത്രയും ഒക്കെ നടാനും ഒക്കെ ഉള്ളൊരു സമയം കിട്ടിയത്. അതിന് മുമ്പ് ഇങ്ങനെ ഇത്രയും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് മുളകാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ചീത്തയായിട്ടുണ്ടാവുന്ന മുളകില്ലേ, അതുകൊണ്ട് പാകിയിട്ട് മുളച്ചതാണ് ഇത്. അപ്പോൾ ബജ്ജി മുളകാണ് പാകിയത്. ഇപ്പോൾ ബജ്ജി മുളക് പോലെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്രയും ഒരു സൈസിൽ ഇതാവും. ഇതിപ്പോൾ അതിന് മുന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇത്തിരി ഉരുണ്ട സൈസ് ഒരു മുളകാണിത്. അപ്പോൾ ഇവിടെ ഒരുപാട് മുളക് തൈയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ, മുകളിൽ തന്നെയായിട്ട് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മുകളിൽ തന്നെയാണ് ഈ കാണിക്കുന്നത്. ഇപ്പോഴാണ് ഉണ്ടായി തുടങ്ങിയത്. കുറേ നാളൊക്കെ ഉണ്ടാവേണ്ടതൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒന്ന് ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ദിവസത്തേക്ക് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. എനിക്ക് കാണാൻ പോകുന്നത് ചെത്തിയാണ്. അപ്പോൾ ഇത് മുമ്പ് ചെറുപ്പത്തിലേക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഉണ്ടപ്പൂ. ഇത് നമ്മൾ പൂക്കളത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഉണ്ടപ്പൂ. അതേപോലെ തന്നെ നിത്യകല്യാണി. നിത്യകല്യാണിയും എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്. ഇത് വേറൊരു പൂവാണ്. ഇതിൻ്റെ തന്നെ വേറൊരു കളറുണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കാം. പിന്നെ ഇതെന്ന് പറയുന്നത് വഴുതനങ്ങയുടെ പൂവാണ്. വഴുതനങ്ങ ഉണ്ടാവാനുള്ള പൂവാണ്. അപ്പോൾ നേരത്തെ കാണിച്ച ആ ഒരു പൂവിൻ്റെ മോഡൽ ഇപ്പോൾ കാണിച്ചു. പിന്നെ ഇത് റോസാപ്പൂ, ശതാവരി, അതേപോലെ തന്നെ ടേബിൾ റോസിൻ്റെ ഇവിടെ കാണുന്നുണ്ട്. 2 പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇത് വേണം വിരിഞ്ഞിരിക്കുന്നത്. ആദ്യം കാണിച്ചതാണ് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ റോസാപ്പൂ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ചിലതൊക്കെ നമ്മൾ ബഡ് ചെയ്ത് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വശം മാറിപ്പോകുന്നതനുസരിച്ചിട്ട് വെറുതെ ഇങ്ങനെ വളർന്നു പോകാറുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വളർന്ന് കിട്ടിയതാണ്. ഇത് ടേബിൾ റോസ് തന്നെ നല്ല വേറൊരു കളറാണ്. ഇതാണ് ആദ്യം തന്നെ ഉണ്ടായിരുന്നത് കേട്ടോ. ഇത് വൈറ്റും ഒരു പിങ്കും കൂടി കൂടിയ ഒരു സൈസ് കളറ്. പിന്നെ ഇത് വേറൊരു ടൈപ്പ് ടേബിൾ റോസ് ആണ്. ഇത് ഇത്തിരി കൊണ്ട് വലിയ ടേബിൾ റോസ് ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ടേബിൾ റോസിൻ്റെ വേറെ വേറെ കാര്യങ്ങളാണ്. അപ്പോൾ നേരത്തെ കാണിച്ചതിൻ്റെ ഒക്കെ ആദ്യം ഉണ്ടായിരുന്ന ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചതാണ്. പക്ഷെ അതിനുശേഷം അതൊക്കെ ചീത്തയായിപ്പോയി. അതായത് അതിൻ്റെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് പോയിട്ട് ഞാൻ വീണ്ടും മുറിച്ച് നട്ടപ്പോൾ കിട്ടിയതാണ് ഇതേപോലെ. കണ്ടില്ലേ, ഇപ്പം നല്ല ഭംഗിയായിട്ട് വീണ്ടും അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ കറ്റാവാഴ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. വേറൊരു പൂവാണ് കേട്ടോ. ഇതും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. ഇത് കറ്റാവാഴ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ചെറുതും വലുതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ മാറ്റിയിടാനുള്ളൊരു സ്ഥലമായിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ തുളസി നിപ്പുണ്ട്. കറ്റാവാഴയുടെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഇത് മുളക് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആദ്യം എടുത്തു വെച്ച ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്നത്. പിന്നീട് ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ഉണ്ടത്. ഇതിന്മേ ഒരുപാട് പൂവുണ്ടായിട്ടുണ്ട്. ഇടയ്ക്ക് മാത്രമേ പൂവുണ്ടാവുള്ളൂ, പക്ഷെ ഇഷ്ടം പോലെ പൂവുണ്ടാകുമ്പോഴായിട്ട് ഒരുമിച്ചാണ് ഉണ്ടാവുന്നത്. ഇത് 2 ചെടിയല്ല, ഒരു ചെടിയാണ്. പക്ഷെ 2 കളറിൽ പൂവുണ്ടാവാറുണ്ട്. ഇതുമേ റെഡും ഇതുപോലെ തന്നെ ഈ ഒരു പിങ്ക് പോലത്തെ കളറാണ് ഉണ്ടാവാറുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇടയ്ക്ക് കുറേ ഉണ്ടാവും, ഇങ്ങനെ നിറച്ചായിട്ട് ഉണ്ടാകും. കഴിഞ്ഞ വീഡിയോയിൽ ഹായ് പറയാൻ പറഞ്ഞിരുന്നത് നിവേദ്യയും നേഹയുമാണ്. അപ്പം നിവേദ്യക്കും നേഹയ്ക്കും ഒരു ബിഗ് ഹായ്. ഇനിയും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ദിവസം മഴ കഴിഞ്ഞപ്പോൾ എടുത്തതാണ്. ഇത് സൂര്യകാന്തി പോലത്തെ പൂവാണ്. ഇതിൻ്റെ തന്നെ വലുതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇതാണുള്ളത്. ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ്. വലിയ ഇലകളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതിൻ്റെ പേരൊക്കെ എന്താണെന്ന്. അതൊന്നും അറിയില്ല. അതുപോലെ തന്നെ റോസാപ്പൂവാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്